ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈസി ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ട ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു 4 മണി പലഹാരം, ഒരു സ്നാക്സ് ആണെന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ പ്രസ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ട് വലിയ ഉള്ളി മുറിച്ചെടുത്തത്, 3-4 പച്ചമുളക്, മല്ലിയില അരിഞ്ഞത്, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ കൊത്തിയരിഞ്ഞത്, ആവശ്യമായ ഉപ്പ്, 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1 നുള്ള് കായം. ഇത്രയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നല്ല ഞെക്കിപ്പിഴിഞ്ഞ് മിക്സ് ചെയ്യണം. ഉള്ളിയിലെ നീരൊക്കെ ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ഇതിലേക്ക് 1 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. കടലപ്പൊടി ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളിയിലെ നീര് കൊണ്ട് തന്നെ ഏകദേശമൊക്കെ നന്നായിട്ട് മിക്സ് ആവും. ബാക്കി ആവശ്യമുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1/2 കപ്പ് കൂടി കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരിച്ചിരി വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിലേക്ക് സോഡപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ തന്നെ നല്ല ക്രിസ്പായിട്ട് സോഫ്റ്റായിട്ട് ഇത് കിട്ടും. ഉള്ളിയും കൂടാൻ പാടില്ല, മാവും കൂടാൻ പാടില്ല. രണ്ടും ഏകദേശം ഈക്വലായിട്ട് ഉണ്ടാവണം. കൂടുതൽ ലൂസാവാതെയും ശ്രദ്ധിക്കണം. ഇനി മുട്ട പുഴുങ്ങി കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കണം. നമുക്ക് മുട്ട അങ്ങനെ കവർ ചെയ്തെടുക്കുന്ന ഒരു പാകത്തിൽ, ഉള്ളിയും പുറത്ത് വല്ലാണ്ട് ഉണ്ടാവാൻ പാടില്ല. മാവ് കൂടിയാൽ കട്ടിയായി പോവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. സ്കൂപ്പ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അതല്ലെങ്കിൽ മുട്ട എണ്ണയിൽ തട്ടുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ വശവും കവർ ചെയ്യുന്ന രീതിയിൽ സ്പൂൺ വെച്ചിട്ട് നല്ല സ്കൂപ്പ് ചെയ്ത് കോരിയെടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ എടുത്ത വെള്ളത്തിൻ്റെ അളവും മാവിൻ്റെയൊക്കെ അളവും നിങ്ങളെടുക്കുന്ന ഉള്ളിയിൽ എത്രമാത്രം നീരുണ്ട് അതിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ആദ്യം ഉള്ളി നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് മാക്സിമം വെള്ളം പുറത്തെടുക്കുക. അതിനനുസരിച്ച് മാത്രം മാവും വെള്ളവും ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഈസി മുട്ട പക്കോടയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു മുട്ട പക്കോട തൂമിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കെച്ചപ്പും മയോണൈസും മിക്സ് ചെയ്ത് സോസിൻ്റെ കൂടെയോ സെർവ് ചെയ്ത് കഴിക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. കൂടെ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ ഇനേബിൾ ചെയ്തിടാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.